ഗവൺമെൻറ് സാധാരണ സിനിമയിൽ ഇടപെടുന്നത് സിനിമ ഒരു വ്യവസായം എന്ന നിലയിൽ അല്ലെങ്കിൽ ആ മേഖലയ്ക്ക് സർക്കാർ നൽകേണ്ട പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ്. അവർക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്, ന്യായമായ നിരന്തരമായി ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ചലച്ചിത്രങ്ങൾക്ക് അവരുടെ നിർമ്മാണത്തിന് അവയുടെ മാർക്കറ്റിങ്ങിന് ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചില സഹായങ്ങൾ വേണം, കൊടുക്കാൻ നമ്മൾ തയ്യാറുമാണ്. അത്തരം കാര്യങ്ങളിലാണ് നമുക്ക് സിനിമയെ സഹായിക്കാൻ കഴിയുക. എന്നോട് ചോദിച്ച ചോദ്യം മറ്റൊരു തലത്തിലുള്ളതാണ്. ഇത് താരസംഘടനയാണ്, ഈ സിനിമാ വ്യവസായമല്ല, താരസംഘടനയ്ക്കകത്ത് കുറേയധികം പ്രശ്നങ്ങൾ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ ദിവസവും അറിയുന്നുണ്ട്. അതൊന്നും ഒരു ആശാസ്യകരമായ രീതിയിലുമല്ല അതല്ല പോണത്. ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ ഒരു പരാതിയും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഗവൺമെൻറ് പരാതി ലഭിച്ചാലും ഇല്ലെങ്കിലും ഗവൺമെൻറ് ഇടപെടേണ്ട ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഗവൺമെൻറ് ഇടപെടുക തന്നെ ചെയ്യും. ഞാനിപ്പോൾ നാളെ വൈകുന്നേരം കേരളത്തിലെ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളുടെയും ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ താരങ്ങളുടെ സംഘടനയുണ്ട്, ടെക്നീഷ്യൻസിൻ്റെ ഉണ്ട്, പ്രൊഡ്യൂസേഴ്സിൻ്റെ ഉണ്ട്, ഫിലിം എക്സിബിറ്റേഴ്സിൻ്റെ ഉണ്ട്. എല്ലാവരെയും കൂടെ ഒരുമിച്ചൊന്ന് വിളിച്ച് ആ മേഖലയിൽ അവർക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നാളെ നിയമസഭാ സമ്മേളനത്തിന് ശേഷം ആ യോഗം വിളിച്ചിട്ടുള്ളത്. അവിടെ അവർ പറയുന്നതെല്ലാം കേൾക്കും. താരസംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ തന്നെയുള്ള മുതിർന്ന വ്യക്തിത്വങ്ങളിലൊന്നും മാറി നിൽക്കാതെ, ഞാനിത് പുറത്തുനിന്നാണ് പറയുന്നത്, മന്ത്രിയുടെ കപ്പാസിറ്റിയിലല്ല, ഒരു സിനിമ കാണുന്ന ആളെന്ന നിലയിലാണ് ഇത് ഞാൻ പറയുന്നത്, ഒരു മലയാളി എന്ന നിലയിലും അതങ്ങ് ആ നിലയിൽ പരിഹരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അത് പറയാതിരിക്കുന്നത് ശരിയല്ല. അതാണ് അല്ല, അതിനകത്ത് ആർക്കെതിരെ പറഞ്ഞു എന്നുള്ളതിലേക്കൊന്നും ഗവൺമെന്റ് പോകേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ ലെവലിലല്ല അത് നിൽക്കുന്നത്. താരസംഘടനയുടെ അകത്തുള്ള ഇന്റേണൽ ഇഷ്യൂസ് ആണെങ്കിൽ അതിൽ സീനിയേഴ്സ് ആയിട്ടുള്ളവർ എത്രയും വേഗം ഇടപെട്ട് ഇതിനെ ഒരു തലത്തിനപ്പുറത്തേക്ക് പോകുന്നതിനകത്തൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതാണെന്നൊരു മലയാളി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതിനകത്ത് ആളുകളുണ്ടല്ലോ സിനിമയിൽ, പിന്നല്ല. അപ്പോൾ അവരത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സിനിമയ്ക്ക് എല്ലാ പ്രോത്സാഹനവും കൊടുക്കും. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി അവർ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മുഖ്യമന്ത്രിയായിട്ട്, അദ്ദേഹം ധനകാര്യമന്ത്രി കൂടിയാണ്, അദ്ദേഹമായിട്ട് നാളത്തെ മീറ്റിങ്ങിന് ശേഷം ആലോചിച്ചിട്ട് ആ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ഗവൺമെൻറ്റിന് അവരെ സഹായിക്കാൻ കഴിയുക എന്നുള്ളത് നോക്കി. ഇപ്പോൾ ആദ്യത്തെ ബഡ്ജറ്റിൽ പറ്റിയില്ലെങ്കിലും ഇതൊരു 5 വർഷത്തേക്കുള്ള ഗവൺമെൻറ്റാണ്. തുടർന്നുള്ള വർഷങ്ങളിലും ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. സിനിമാ വ്യവസായത്തെ പിന്തുണയ്ക്കുന്ന സമീപനം ഉണ്ടാകും. മറ്റൊരാവശ്യം പലതവണയായിട്ടുണ്ടായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായിട്ടും പുറത്തുവിടണമെന്ന തരത്തിലായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അതിലുണ്ടാവും? അല്ല, ഞാൻ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിലവിൽ വന്ന ഗവൺമെൻറ് ഒരു തുടർച്ചയാണല്ലോ. ഒരു മുൻ ഗവൺമെൻറ് ഒരു സിനിമ പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം സിനിമ നയം രൂപീകരിച്ചിട്ടുണ്ട്. സിനിമാ നയം ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുമുണ്ട് ആ ഗവൺമെൻറ്. അപ്പോൾ ആ നയം അടക്കം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് ആ കമ്മിറ്റി റിപ്പോർട്ട്, അതിന് സിനിമ പോളിസി, അതെല്ലാം സംബന്ധിച്ചിട്ട് ഗവൺമെൻറ് കൂട്ടായിട്ട് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. ഇതുവരെ ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടുമില്ല. അത് സംബന്ധിച്ചിട്ടുള്ള കടന്നില്ല. നമ്മൾ വന്നിട്ട് ഇപ്പോൾ 10 ദിവസത്തിലായിട്ടില്ല. അല്ല, അത് അപ്പോൾ ഈ ഫിലിം പോളിസിയായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ള പോളിസി തന്നെ ഇപ്പോൾ നമ്മൾ ഫൈനലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ പോളിസി തന്നെ പര്യാപ്തമാണോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ച് കഴിയുമ്പോൾ താങ്കൾ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിനടക്കം ഉത്തരം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.